ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഐ എം ദിവ്യ ബ്രിൻഡോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ കോസ്റ്റ്യൂം ഞാൻ സ്പെഷ്യലായിട്ട് ഡിസൈൻ ചെയ്യിപ്പിച്ചെടുത്താണ്. നമ്മുടെ തൊടുപുഴ തന്നെ തെരേസ് ബൊട്ടിക്കിലാണ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂമിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെയിലി വെയർ ഒക്കെ ആയിട്ട് പുറത്ത് പോകുമ്പോൾ നല്ലതാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്തിട്ടോ നനഞ്ഞ ഒരു വിഷയമില്ല, കരിമ്പനടിക്കുന്ന പ്രശ്നമില്ല, അതുപോലെ തന്നെ ഉണങ്ങാൻ താമസമില്ല, ഇടാനാണെങ്കിൽ ഭയങ്കര കംഫർട്ടും. പിന്നെ മെയിനായിട്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയിൽ പോകുമ്പോൾ എന്തിടും അതൊരു പ്രശ്നമായിരുന്നു കേട്ടോ എനിക്ക്. കാരണം ഞാൻ മോസ്റ്റ്ലി ജീൻസും ടോപ്പുകളൊക്കെ ആയിരുന്നു കൂടുതലും വാങ്ങിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഡ്രസ്സ് എനിക്ക് കുറവായിരുന്നു. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു ഫ്ലോറൽ പ്രിൻ്റാണ് ഈ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഷിഫോൺ മെറ്റീരിയലാണ്. നമുക്ക് വാഷ് ചെയ്ത് ഉണങ്ങാനൊക്കെ ഭയങ്കര എളുപ്പമാണ്. അത് മാത്രമല്ല ഭയങ്കര രസമായിട്ട് നമ്മുടെ സ്കിൻ ഫിറ്റായിട്ട് ഈ ഒരു ക്ലോത്ത് ഇരിക്കുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ഡ്രസ്സുകൾക്കൊക്കെ ഭയങ്കര നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാക്സ് ട്രെൻഡ്സ് അവിടെയൊക്കെ പോകുമ്പോഴാണെങ്കിലും എനിക്ക് ഇങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ ഞാൻ കാണാറുണ്ട്. പക്ഷെ ഞാൻ വാങ്ങുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത്രയും പൊക്കമുള്ളതുകൊണ്ട് ഇറക്കം കിട്ടാറില്ല. അപ്പോൾ ഞാൻ പ്രത്യേകം കസ്റ്റമൈസ് ചെയ്ത് തയ്പ്പിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഡ്രസ്സ് തുന്നാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 6-7 മീറ്റർ തുണി വേണ്ടി വന്നു. മീറ്ററിന് എന്തോ 200-300 ആ ഒരു റേഞ്ചിൽ എനിക്ക് കിട്ടി. നല്ല മെറ്റീരിയലായിരുന്നു. അപ്പോൾ എനിക്ക് ഇതാണ് ഈ ഒരു ഡ്രസ്സ്. അപ്പോൾ ഇതിന് ഒരു 3 ലെയേഴ്സ് ലെയറല്ല, ഒരു 3 തട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇവിടെ വരെ ഒരു ലെയർ, അത് കഴിഞ്ഞ് വേറെ, പിന്നെ അടുത്ത്, അപ്പോൾ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലൈനിങ് ആയിട്ട് എടുത്തൊരു മെറ്റീരിയൽ ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഒരു ഷിഫോണല്ല, ഒരു സാറ്റിൻ ടൈപ്പ് മെറ്റീരിയലാണ്. അത് നല്ല കംഫർട്ടാണ്. നമുക്ക് സ്കിന്നിൽ റഫായിട്ടുള്ള മെറ്റീരിയലൊന്നുമല്ല, സ്കിന്നിൽ നമുക്കൊരു ഡിസ്കംഫർട്ടും തോന്നാത്ത ഒരു മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ അവർ ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര കംഫർട്ടാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോഷൂട്ട് എടുക്കാനായിട്ട് ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് പിന്നെ വന്നിട്ട് നമ്മൾ പഫ് സ്ലീവ് ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ ഇൻവിസിബിൾ സിബാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കംപ്ലീറ്റ് ലുക്ക്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂം നമ്മൾ സ്റ്റൈൽ ചെയ്തെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു കോൺസെപ്റ്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര രസമുള്ളൊരു സിമ്പിളായിട്ടുള്ളൊരു കോസ്റ്റ്യൂമാണ്. അപ്പോൾ നമ്മൾ ഇതിനെ സ്റ്റൈൽ ചെയ്യുമ്പോഴും വളരെ സിമ്പിളായിട്ട് സ്റ്റൈൽ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ ഈ ഒരു കോസ്റ്റ്യൂമിന് ഇങ്ങനെ ഒരു റിംഗ് ടൈപ്പ് ഇയറിങ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ വാച്ച് കെട്ടും. അത് മാത്രമല്ല, ഇനി നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഏറ്റവും നല്ലത് ഇങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ഫ്രെയിം വരുന്ന സ്പെക്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. എനിക്കിതാണ് കംഫർട്ടായിട്ട് തോന്നി. ഈ ഒരു ഡ്രസ്സിന് മാച്ചിങ്ങും ആയിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സ്പെക്സ് വെച്ചിട്ടുള്ള ഒരു ലുക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര സിമ്പിൾ ആൻഡ് എലഗൻ്റ് ആണ്. ഇതുണ്ട്, ഈ ഒരു ഫ്രെയിം ഭയങ്കര തിന്നായിട്ടുള്ള ഒരു ഫ്രെയിമാണ്. അപ്പോൾ ഇതും ഭയങ്കര അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ ചർച്ചിലൊക്കെ പോകുമ്പോൾ നമുക്ക് ഒരുപാട് അടയാഭരണങ്ങളുള്ള ഡ്രസ്സുകൾ ഇടുന്നത് നമുക്ക് തന്നെ ഡിസ്കംഫോർട്ടാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ഒന്ന് ചൂസ് ചെയ്ത് നോക്കുക, ഭയങ്കര കംഫർട്ടാണ്. പിന്നെ നമ്മൾ ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ കൂടെ കുറച്ച് ഹീൽസ് ഇടുന്നത് വളരെ ആപ്റ്റാണ്. അപ്പോൾ ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് സുദിയോയിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടുള്ള ഹീൽസാണ്. അപ്പോൾ ഈ ഒരു ഡ്രസ്സിന് എനിക്ക് ഭയങ്കര ആപ്റ്റായിട്ട് എനിക്ക് തോന്നുന്നു. നമുക്ക് ഭയങ്കര ഫാഷനബിൾ ആയിട്ട് നമുക്ക് തന്നെ ഒരു ഫീൽ തോന്നുന്നു. അപ്പോൾ ഇതാണ് സ്റ്റൈലിംഗ് പാർട്ട്. അപ്പോൾ ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഒരു ഔട്ട്ലുക്കിലേക്ക് വന്നതെന്നുള്ള സിമ്പിളായിട്ടൊരു മേക്കപ്പ് വീഡിയോ ആണ്. അതിലേക്ക് പോവാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇതേ സ്കിൻ പ്രിപ്പയർ ചെയ്യാൻ പോവാണ്. പിക്സിയുടെ ടോണറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ പുറത്ത് പോയപ്പോൾ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അതൊന്നും നമ്മൾ വൈപ്പ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഫേസ് മാത്രം വൈപ്പ് ചെയ്യുന്നത്. ഇനി നമ്മൾ ക്ലിനിക്കിൻ്റെ സൺസ്ക്രീനാണ് യൂസ് ചെയ്യുന്നത്. സൺസ്ക്രീൻ ഒരു മോയ്സ്ചറൈസർ എഫക്റ്റ് ഉള്ളതുകൊണ്ട് ഞാൻ എക്സ്ട്രാ മോയ്സ്ചറൈസർ ഒന്നും ഇടുന്നില്ല. സൺസ്ക്രീൻ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഫുൾ ഡോട്ടാണ് അപ്ലൈ ചെയ്തു, കഴുത്തിലും ഫേസിലും ഇട്ടു. അതുപോലെ ഈ സെഫോറയുടെ പ്രൈമറാണ് യൂസ് ചെയ്യുന്നത്. നല്ലൊരു പ്രൈമറാണ്. ജസ്റ്റ് ഡ്രോപ്പായിട്ട് അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഫേസിലും നെക്കിലും ഫുള്ള് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. കണ്ണിൻ്റെ മുകളിലും ഒക്കെ നല്ലോണം മസാജ് ചെയ്ത് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുന്നു. ഇനി സെഫോറയുടെ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ആ ഡാർക്ക് സ്പോട്ട് ഉള്ളിടത്തും അതുപോലെ തന്നെ നെറ്റിയിലും പിന്നെ കണ്ണിൻ്റെ അടിയിലും ഒക്കെ നമ്മൾ കുറച്ച് ഇട്ട് കൊടുത്തു. നന്നായിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുവാണ്. അടുത്തായിട്ട് സെഫോറയുടെ തന്നെ ഫൗണ്ടേഷനാണ് യൂസ് ചെയ്യുന്നത്. അതും ഡ്രോപ്പായിട്ട് മാത്രം. നമ്മൾ ഫുൾ കവറേജ് മേക്കപ്പ് ഒന്നും അല്ല ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് വൃത്തിയായിട്ടിരിക്കുക, അത്രേ ഉള്ളൂ. ദെൻ മാക്കിൻ്റെ ലിപ് പ്രൈമർ യൂസ് ചെയ്തു. നമ്മൾ അടുത്തായിട്ട് കണ്ണൊന്ന് എഴുതി കൊടുക്കുന്നു. കണ്ണ് നമ്മൾ ഒന്നുകൂടി ഒന്ന് ഡാർക്കൻ ചെയ്ത് കൊടുക്കുന്നു. ദെൻ നമ്മൾ അനസ്താഷ്യ ഐ ഷാഡോ പാലറ്റിലെ 2 ബ്രൗൺ കളറും ബ്ലാക്ക് കളറും കൂടെ മിക്സ് ചെയ്ത് കണ്ണിന് മുകളിലും താഴെയായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഔട്ടർ കോർണറിൽ കുറച്ച് ബ്രൗൺ ആൻഡ് ബ്ലാക്ക് കളർ ഇട്ട് കൊടുത്തു കണ്ണിൻ്റെ. ദെൻ നമ്മൾ ബെനഫിറ്റിൻ്റെ ബാഡ് ഗേൾ മസ്കാര യൂസ് ചെയ്ത് കൺപീലിയൊക്കെ ഒന്നുകൂടി വിടർത്തി വെക്കുന്നു കേട്ടോ. അടുത്തായിട്ട് നമ്മളിത് മാക്കിൻ്റെ ലിപ്പ് ലൈനറാണ്, ബർഗണ്ടി കളർ ലിപ്പ് ലൈനർ യൂസ് ചെയ്ത് ലിപ്സ് ഒന്ന് ഡിഫൈൻ ചെയ്ത് കൊടുക്കുന്നു. അടുത്തായിട്ട് ഇത് സെഫോറയുടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലിപ് ഷെയ്ഡാണ് ഇട്ട് കൊടുക്കുന്നത്. 86 എന്ന് പറയുന്ന ഷെയ്ഡാണ്.
നല്ലൊരു പിങ്ക് ടിൻ്റ് ഉള്ളൊരു ഷെയ്ഡാണ്. ഇനി അത് കവളിലും ബ്ലഷായിട്ട് കുറച്ച് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളത് ഓൾമോസ്റ്റ് സെറ്റായി. ഇനി ഐബ്രോസും കൂടെ നമ്മൾ ബ്ലാക്ക് ഐ ഷാഡോ പൗഡർ വെച്ചിട്ട് ഒന്ന് ഡ്രോ ചെയ്ത് കൊടുക്കുന്നു. ഹ്യൂഡ ബ്യൂട്ടിയുടെ ലിപ് ഗ്ലോസ് ഇട്ടു. ദെൻ മുടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. മുഖത്ത് തൊടരുത് കേട്ടോ, മുഖത്ത് തൊട്ടാൽ പൊള്ളും, ടോങ്ങറൊക്കെ ഭയങ്കര ചൂടാണ്. അപ്പോൾ നമ്മൾ മുടിയും കൂടെ ആ ഫ്രണ്ടൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതേ ഓൾമോസ്റ്റ് റെഡി, നമ്മൾ റെഡിയായി. എങ്ങനെയുണ്ട്, എല്ലാവർക്കും ഇഷ്ടമായോ? റെഡി.